പാലക്കാട് സ്ഥലം അറിയാം. ഈ ടീം UDF എന്ന് പറയുന്ന ടീമുകൾ തന്നെയാണോ റിനിയെയും കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത്? ആരായിരിക്കും ചോദിച്ചാ ഇതുപോലൊരു വാക്കിൽ അന്നും പെട്ടതാണോ? ഇവ രാഷ്ട്രീയത്തിലുള്ള ഒരു ഫേക്ക് എന്നാണോ പറയുന്നത്? ഫേക്ക് ആയിട്ട് കാണിക്കേണ്ടി വരും രാഷ്ട്രീയത്തിൽ. പല സ്ത്രീകളും ജസ്റ്റ് റീൽസ് നോക്കി സൗന്ദര്യം നോക്കി, യഥാർത്ഥാണ് ഞാൻ പറയുന്നത്. വിശാലിക്ക് വിജയ സാധ്യതയുണ്ടോ? ഇപ്പൊ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അവിടെ നടക്കുന്നൊരു കമ്മ്യൂണിസ്റ്റുകാരെക്കാൾ കോൺഗ്രസ്സുകാര് ഈ വെട്ടിയിടുന്നത് കൂടുതലല്ലേ? വെട്ടുന്നതിന്റെ പിന്നിൽ കൃത്യമായ കാരണങ്ങൾ. ഇപ്പൊ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, ഇപ്പൊ CPM പാർട്ടി എടുത്തു കഴിഞ്ഞാൽ ചിലർ പെട്ടെന്ന് അങ്ങ് അപ്രത്യക്ഷമാവുന്നത് കണ്ടിട്ടുണ്ട്. ഭരണം തുടരുമോ UDF വരും? എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. തെരഞ്ഞെടുപ്പിന്റെ ചൂടിൽ രാഷ്ട്രീയം സംസാരിക്കുവാനായി ഇന്നോടൊപ്പം ഉള്ളത് അവതാരികയും അഭിനേത്രിയുമായ റിനിയാണ്. നമസ്കാരം. നമസ്കാരം. എന്നാണ്ട് വിശേഷം? നല്ല വിശേഷം. സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങ് തിളങ്ങി നിൽക്കുവോ അല്ലേ? ഈ മറ്റുള്ളവന്റെ ഉള്ളറിഞ്ഞ എല്ലാവരും പാവങ്ങളാ. പക്ഷെ സോഷ്യൽ മീഡിയയിലൊക്കെ ഓരോ ഫോട്ടോ റിനിയുടെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ തെറിവിളിയുടെ ആരവമായിരിക്കും അല്ലേ? നേരിട്ട് കണ്ട എന്താണെന്ന് മനസ്സിലാവും. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നേരിട്ട് സംസാരിച്ചതിന് ശേഷം അയ്യോ ഇത്രയും പാവമായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ടോ. എന്തായിരുന്നു കഥ? ഇതുപോലെ തന്നെ ഒരു ഓൺലൈൻ ഇന്റർവ്യൂ അവതാരകൻ, ഞാൻ ആരാന്ന് പറയുന്നില്ല. അപ്പോൾ ആദ്യം എന്നെ വിളിച്ചപ്പോ എന്നെ ഭയങ്കരമായിട്ട് തീർക്കണം എന്നുള്ളൊരു പ്ലാനില് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അങ്ങനെ ഒരു പ്ലാനിൽ എന്നെ വിളിച്ചിട്ട് ഒരു അവതാരകൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ കണ്ടു പരിചയപ്പെട്ടതിന് ശേഷം പുള്ളിക്കാരൻ പറഞ്ഞു, ഇത്രയും കൂളായിട്ടുള്ള ഇത്രയും പാവമായ ഒരു കുട്ടിയാണെന്ന് തോന്നിയില്ല, വിചാരിച്ചില്ല. ചാനൽസിലൊക്കെ കണ്ടപ്പോ എന്തോ കലിപ്പത്തിയാണ് അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ വന്ന് സംസാരിച്ചപ്പോഴാണ് വെച്ചാൽ വളരെ കൂളും പാവും, വിചാരിക്കുന്ന അത്രയും ബോൾഡൊന്നും അല്ല, കുറച്ച് സെൻസിറ്റീവ് ഒക്കെയാണ് മൈൻഡ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഈ തുറന്ന് സംസാരിക്കുന്നതിൽ എന്തെങ്കിലും പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടോ? കാരണം റിനിയുടെ പല അഭിമുഖം എടുത്ത് നോക്കുന്ന സമയത്തെ ഒന്നും മറച്ചു വെക്കാനില്ല, തുറന്നങ്ങ് സംസാരിക്കും. അതൊരു മണ്ടത്തരമായിട്ട് എപ്പോഴെങ്കിലും ജീവിതത്തിൽ തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം എനിക്കെപ്പോഴും ഞാനായിട്ട് നിൽക്കാനാണ് ഇഷ്ടം. ഞാൻ എന്താണോ അത് തന്നെ സമൂഹത്തിന്റെ മുന്നിൽ മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. എനിക്ക് വേണമെങ്കിൽ അഭിനയിക്കാവുന്നതേ ഉള്ളൂ, സിംപ്ലി. ഇപ്പൊ ഞാനിപ്പോ കുറച്ച് അഭിനയമൊക്കെ അറിയുന്ന ഒരാൾ തന്നെയാണല്ലോ, അഭിനേത്രി എന്നുള്ള നിലയിൽ ഡാൻസർ ആയിരുന്നു. ഇപ്പൊ കുറച്ച് അഭിനയമൊക്കെ വശമുള്ള ഒരാളാണ്, വേണമെങ്കിൽ എനിക്ക് അഭിനയിച്ചു നിൽക്കാം, ഈ റിനി അല്ലാതെ ഒരു റിനി ആയിട്ടൊക്കെ നിൽക്കാം. പക്ഷെ അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനായിട്ട് നിൽക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയാനും അങ്ങനെ മുന്നോട്ട് പോകാനുമാണ് ആഗ്രഹിക്കുന്നത്. സമൂഹം പൊതുവെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഈ തുറന്ന് സംസാരിച്ചതിന്റെ പേരിലും വിവാദങ്ങൾക്കിടയിൽ അകപ്പെട്ടതിന്റെ പേരിലും ഒരുപാട് കുത്തി വാക്കുകൾ കേട്ടിട്ടുണ്ടല്ലേ? ശരി, ഇതൊക്കെ എങ്ങനെയാണെന്ന് മനസ്സുകൊണ്ട് ഏറ്റെടുത്തത് എങ്ങനെയാ? ഒരിക്കലും ഒരു വ്യക്തിക്ക് വിവാദത്തിൽ അങ്ങോട്ട് പോയി ചാടാൻ പറ്റത്തില്ല. പക്ഷെ വരുമ്പോ ഒരു കടല് ഇളകുന്ന പോലെ ഒരു വരവായിരിക്കും. ചിലപ്പോ അന്ന് കൂട്ടുകാർ പോലും കൂടെ കാണണമെന്നില്ല. സംഭവിച്ചിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ടേണാണ് എന്റെ ലൈഫിൽ ഉണ്ടായത്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ ഇങ്ങനെ ഒരു വിവാദത്തിൽ പോയി ചാടും എന്നുള്ളത്. പക്ഷെ അതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാനത് ആക്സെപ്റ്റ് ചെയ്തു. കാരണം എനിക്ക് ചെറുപ്പം തുടങ്ങി ഇങ്ങനെ വിവാദം എന്നുള്ളതല്ല, ചെറുപ്പം തുടങ്ങി സമൂഹത്തെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. തുറന്നു പറയുന്നവർ, അഭിനയിക്കാത്തവർ, ഇച്ചിരി ബോൾഡായിട്ടുള്ള പെൺകുട്ടികൾ, ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടാൻ ഇഷ്ടമുള്ള പെൺകുട്ടികളൊന്നും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സമൂഹമല്ല നമ്മുടെ എന്നുള്ളത് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിവാദത്തിൽ വന്നപ്പോൾ എനിക്കറിയാമായിരുന്നു എനിക്ക് ഒത്തിരി എതിർപ്പുകൾ നേരിടേണ്ടി വരും എന്നുള്ളത്. അതറിയാമെങ്കിലും ഒരു ചിന്തയായിരുന്നു. ചിലപ്പോൾ 2 ദിവസം കൊണ്ടങ്ങ് മാഞ്ഞു പോയേക്കാം, അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് മാഞ്ഞു പോയേക്കാം. ഇത് തിരമാലകൾ പോലെ നല്ലൊരു ആഞ്ഞടിച്ചില്ലേ ജീവിതത്തിൽ? അതെ, ഞാൻ വിചാരിച്ചു 2-3 ദിവസം കഴിയുമ്പോൾ അങ്ങനെ കഴിഞ്ഞു പോവും എന്ന് വിചാരിച്ചു, കുഴപ്പമില്ല എന്നങ്ങ് വിചാരിച്ചു. പക്ഷെ അത് വിചാരിച്ചതിലും അപ്പുറത്തേക്ക് ഈ പറഞ്ഞ പോലെ തിരമാലകൾ പോലെ തന്നെ അടിച്ചു. ഒരു 7-8 മാസം ഒരു സമാധാനം കിട്ടിയിട്ടില്ല എന്ന് പറയും. സമാധാനം മീൻസ് എപ്പോഴും നമ്മുടെ കുത്തുവാക്കുകളും നമ്മുടെ ഫോട്ടോ വെച്ചിട്ടില്ലാത്ത കഥകളും ഇനി കേൾക്കാനൊന്നും ബാക്കിയില്ല. ഈ വന്ന കമന്റുകളില് ഏറ്റവും കൂടുതൽ മനസ്സിനെ സ്പർശിച്ചതായിരിക്കും? മനസ്സിനെ സ്പർശിച്ചത് ഒരു സ്ത്രീയെ അസഭ്യം പറയാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു വാക്കുണ്ടല്ലോ, പല പരപുരുഷ ബന്ധമുള്ള, അല്ലെങ്കിൽ ഒരുപാട് ആ വേർഡ്സ് ഒക്കെയാണ് മനസ്സിനെ സ്പർശിച്ചത്. കാരണം ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു പരിപാടിക്ക് പോകാത്ത ഒരാളിത് കേൾക്കേണ്ടി വരുമ്പോഴുണ്ടാവുന്ന ഒരു ഇതുണ്ട്. പിന്നെ ഞാൻ മാത്രമല്ലല്ലോ ഇത് ഫേസ് ചെയ്യുന്നത്, സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഏതൊരു സ്ത്രീക്കും, അതിപ്പോൾ രാഷ്ട്രീയമാണെങ്കിലും സാമൂഹികമായിട്ട് അഭിപ്രായം പറയുന്ന ഏതൊരു സ്ത്രീക്കും ഈ അനുഭവങ്ങളുണ്ട്. അപ്പൊ അതേ അനുഭവം തന്നെയാണ് എനിക്ക് മാത്രമായിട്ടൊരു അനുഭവം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ 2 കാര്യങ്ങളുണ്ട്. ചിലപ്പം അനുഭവങ്ങൾ എല്ലാവർക്കും കാണും, ഇത് തുറന്ന് പറയുന്നവരും കാണും, പറയാത്തവരും കാണും. പക്ഷെ റിനി അത് പറഞ്ഞു. അതാ ഞാൻ ചോദിക്കുന്നത്, ഈ പറഞ്ഞത്
പറയണമെന്ന് വിചാരിച്ച് പറഞ്ഞതാണോ അതോ സംഭവിച്ചു പോയതാണോ? അതങ്ങനെ സംഭവിച്ചു പോയതാണ്. അതെന്റെ ഒരു ടങ് സ്ലിപ്പ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മളങ്ങനെ ഇത്രയും പ്രതീക്ഷിച്ച് പറഞ്ഞൊരു കാര്യമല്ല. ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ സംസാരിച്ച് വന്നു. ഒന്നാമത് എന്റെ ഒരു സെക്കൻഡ് ഇന്റർവ്യൂ ആയിരുന്നു. ആദ്യം ഞാൻ ഏഷ്യാനെറ്റിൽ ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്, സിനിമ ബേസ്ഡ്. പിന്നെ വരുന്ന ഒരു ഇന്റർവ്യൂ ആയിരുന്നു ഇത്. അപ്പൊ എനിക്ക് ഒരുപാട് ഇന്റർവ്യൂ കൊടുത്ത് അങ്ങനെ പരിചയമൊന്നുമില്ല. അപ്പൊ ഞാൻ അങ്ങനെ സംസാരിച്ചു പോയൊരു സാധനമാണ് അത്. ആ ഇന്റർവ്യൂവർ തന്നെ എന്നോട് പറഞ്ഞു, ഇത് ഔട്ട് ഇറങ്ങുമ്പോ ഇനി ഭയങ്കര പ്രശ്നമാവട്ടോ. ഞാൻ പറഞ്ഞു അങ്ങനെ വിചാരിച്ച് പിന്നെ എന്ന് വിചാരിച്ച് എനിക്ക് പറഞ്ഞതുപോലെ ഔട്ട് ഇറങ്ങിയപ്പോഴേക്കും ഈ ഒരു ഒറ്റ വാക്കുകൊണ്ട് ജീവിതം മാറി മറിയുമെന്ന് നമ്മൾ ചിന്തിക്കൂല്ലേ? ഹൂ കേഴ്സ്? അതെ, അങ്ങനെ മാറിപ്പോയ ഒരാളാണ്. വല്ലാത്തൊരു വാക്കാ ഹൂ കേഴ്സ് അല്ലേ? ചിരിയാണോ ഇപ്പോഴും മനസ്സിലിരുന്ന് മോങ്ങുവാ? ഒരിക്കലും ഇല്ല, ഞാൻ ഒരിക്കലും മോങ്ങിയിട്ടില്ല. അതായത് ഈ 8 മാസം ഒരുപാട് കമന്റ്സ്, ഒരുപാട് കുത്തുവാക്കളും കേട്ടിട്ട് ഒരിക്കൽ പോലും ഒരു തുള്ളി കണ്ണുനീർ എന്റെ കണ്ണിൽ നിന്ന് വീഴ്ത്താൻ ഈ കമന്റ് ചെയ്യുന്നവർക്ക് പറ്റിയിട്ട്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചൊരു വാചകമുണ്ട്, തെരഞ്ഞെടുപ്പിന്റെ ചൂടിൽ നിൽക്കുമ്പോൾ രാഷ്ട്രീയം സംസാരിക്കാനായി റിനി. ഏത് പാർട്ടിയാ? അതെല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആക്ച്വലി ഞാൻ അങ്ങനെ ഒരു പാർട്ടിയിലും ഇല്ല. ഞാൻ അങ്ങനെ ഒരു പാർട്ടി പ്രവർത്തകയോ പാർട്ടിയുടെ ഭാരവാഹിയോ ഒന്നും അല്ല. പിന്നെ എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കോൺഗ്രസ് പാർട്ടിയോട് ഒരു അനുഭവം ഉണ്ടായിരുന്നോ? ഉണ്ടോ? അതെ, വാക്കുകൾ പ്രശ്നമാണ്. ഇതുപോലൊരു വാക്കിൽ അന്നും പെട്ടതാണോ? അല്ല, കുറെ നെഗറ്റീവ് അനുഭവങ്ങൾ വന്നപ്പോ എനിക്ക് ഈ പാർട്ടി എന്നൊക്കെയുള്ള ഒരു വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഈ ടീം UDF എന്ന് പറയുന്ന ടീമുകൾ തന്നെയാണോ റിനിയെയും കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത് എന്നൊരു കമന്റ് ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അല്ല, ഞാൻ അറിയാതെ സ്വന്തമായിട്ട് പറഞ്ഞ ഒരു കാര്യമാണ് അത്. ഞാനത് ഒരുപാട് ഇന്റർവ്യൂസിൽ അതിനെ കുറിച്ച് പറഞ്ഞു. ഇനി വീണ്ടും വീണ്ടും ഞാനത് വിശദമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതെന്റെ ഒരു ടങ് സ്ലിപ്പ് പോലെ. അല്ലാതെ ആരും എനിക്ക് കൊട്ടേഷൻ ഒന്നും ചെയ്യിപ്പിച്ചതല്ല. ഒരിക്കലില്ല. കോൺഗ്രസ് ഭരണം ഏറ്റെടുത്താൽ മുഖ്യമന്ത്രി ആരായിരിക്കും? ഞാൻ 2 ഓപ്ഷൻ കാണിക്കാം. 1, 2. ആരായിരിക്കും എന്ന് ചോദിച്ചാ അത് ഒന്നാമത്തെ കാര്യം ജനങ്ങളാ തീരുമാനിക്കേണ്ടത്. UDF ഭരണത്തിൽ വരണോ വേണ്ടയോ എന്നുള്ളത് 1. 2, ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് ആരാണ് മുഖ്യമന്ത്രി ആകേണ്ടത്. എന്നാലും നമുക്കൊരു പേഴ്സണൽ ഇഷ്ടം കാണും അല്ലേ? എനിക്കിപ്പോ VD സാറാണെങ്കിലും ചെന്നിത്തല സാറാണെങ്കിലും സന്തോഷം തന്നെയാണ്. കാരണം രണ്ടുപേരും വളരെ നല്ല വ്യക്തിത്വങ്ങളാണ് എന്നുള്ളത്. ഇപ്പൊ സാറാണെങ്കിലും ചെന്നിത്തല സാറാണെങ്കിലും VD സാറാണെങ്കിലും നിലപാടുകളുള്ള വ്യക്തിത്വങ്ങളുള്ള 2 വ്യക്തികളാണ് എന്നുള്ളത് അറിയാം. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ ഇഷ്ടം എന്ന് പറയുന്നത് എപ്പോഴും VD സതീശനാണ്. അതിന്റെ ഒരു മേജർ കാരണം എന്ന് പറയുന്നത് ഞാൻ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഒരു വോട്ടറാണ്. പറവൂർ ആണ് എന്റെ സ്ഥലം. VD സതീശൻ കള്ളനാണ്, ഈ നുണയനാണ്, കള്ളനാണെന്നൊക്കെ പറയുന്നവരോട് എന്തായിരിക്കും പറയാനുള്ള മറുപടി? അടുത്തറിയാവുന്ന ഒരു വ്യക്തിയാണല്ലോ റിനി. തീർച്ചയായിട്ടും. അല്ല, അതിനകത്ത് ഒരു വ്യക്തി ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ വ്യക്തിയിൽ എന്തോ ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു കാരണം. തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ടാർഗറ്റ് ചെയ്യപ്പെടുന്നതിൽ നമുക്ക് അതിശയോക്തി ഒന്നും പറയാൻ അത്ഭുതമൊന്നുമില്ല. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ പിണറായി വിജയൻ സാറും ടാർഗറ്റഡ് ആവുന്നുണ്ട്, നന്നായിട്ട് ടാർഗറ്റഡ് ആവുന്നുണ്ട്. അപ്പൊ അത് രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗമാണ്. അതായത് 2 മുന്നണികളെയും നയിക്കുന്ന മെയിൻ ആൾക്കാരെ മാക്സിമം അവരുടെ ക്രെഡിബിലിറ്റി നശിപ്പിക്കാൻ വേണ്ടി എല്ലാവരും പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ മാത്രമാണല്ലോ ജനങ്ങളുടെ ഇടയിൽ അവര് വേണ്ട എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കണം. അപ്പൊ അതിന് 2 കൂട്ടരും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയത്തിന്റെ ഇലക്ഷൻ ചൂടിൽ നടക്കുന്ന ഒരു ഫൈറ്റ് ആയിട്ട് മാത്രമാണ് ഞാൻ അതിനെ കാണുന്നത്. VD സതീശൻ എന്താണ്? അദ്ദേഹം ഭയങ്കര നിലപാടുകളുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം എന്തൊരു കാര്യം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ അചഞ്ചലനായിട്ട് ചഞ്ചലപ്പെടാതെ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ആരുടെ മുന്നിലും ഇങ്ങനെ തലകുനിക്കുന്ന, ആരെങ്കിലും പറയുന്നത് കേട്ട് നിൽക്കുന്ന ഒരു പാവയല്ല, അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് പലർക്കും ചിലപ്പോ അംഗീകരിക്കാൻ പറ്റണം എന്നില്ല. ഇപ്പൊ ഞാൻ എന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പുള്ളിക്ക് പുള്ളിയുടേതായ ഒരു വ്യക്തിത്വം ഉണ്ട്. ആ വ്യക്തിത്വത്തിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുറെ ശത്രുക്കളൊക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ രാഷ്ട്രീയത്തിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ടാർഗറ്റ് ചെയ്യുക എന്നുള്ളത്. അത് ആ ഒരു സെൻസിൽ മാത്രമേ ഞാൻ അതിനെ എടുക്കുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെയുള്ള ടാർഗറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ പുള്ളി ഒരു സംഭവമാണ് എന്നാണ് ഞാൻ ഉള്ളിൽ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ടാർഗറ്റ് ആവുന്നത്. രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു കോൾ വന്നാൽ പോകാൻ സാധ്യത ഈ ഒരു രീതിയിൽ ചിന്തിച്ചു നോക്കുമ്പോൾ കുറവാണ്. എനിക്ക് ഇഷ്ടമാണ് രാഷ്ട്രീയം, ജനങ്ങളെ സേവിക്കാനും ജനങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അതിന്റെ പിന്നിൽ നടക്കുന്ന പല കാര്യങ്ങളോടും
ഒരു യോജിപ്പുറവുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു പാർട്ടിയിൽ നിൽക്കുമ്പോൾ നമ്മൾ എല്ലാത്തിനെയും അങ്ങ് സപ്പോർട്ട് ചെയ്ത് പറയേണ്ടി വരും. അതിനോട് എനിക്ക് ഒട്ടും പറ്റുന്നില്ല. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സസിലും ഞാൻ മാറ്റങ്ങൾ വരുത്തേണ്ടി വരുന്നതിനോട് എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം എൻ്റെ ഒരു ഡ്രസ്സിങ് സ്റ്റൈല് ജസ്റ്റ് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം നമ്മളൊരു സ്റ്റൈലിൽ ഡ്രസ്സ് ചെയ്യുക, അതിനോടൊന്നും യോജിക്കുന്ന ഒരു ആളല്ല. അതായത് എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞില്ലേ, ചുമ്മാ ഇങ്ങനെ വിനയോ അഭിനയിക്കുക, ഒരു സാരിയും കുറെ ഫുൾ കൈ ബ്ലൗസൊക്കെ ഇട്ട് വന്നിട്ട് ഇങ്ങനെ, അതെനിക്ക് ഇഷ്ടമില്ല. ഞാനായിട്ട് തന്നെ നിന്നുകൊണ്ട് എന്നെ ആളുകൾ ആക്സെപ്റ്റ് ചെയ്യണം എന്നാണ് ഞാൻ ജയിക്കുന്നു. ജനങ്ങൾക്ക് വേണ്ടി റിനി എന്ത് ചെയ്യും? ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും സ്ത്രീകൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതായത് സ്ത്രീകൾ കുറച്ചും കൂടി മുന്നോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതായത് സ്ത്രീകളെ ഏതെങ്കിലും രീതിയിലൊക്കെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, സ്ത്രീകൾക്ക് വേണ്ടി എന്തൊക്കെ നമുക്ക് സഭയിൽ അവതരിപ്പിക്കാൻ പറ്റും, മീൻസ് പുതിയ പുതിയ കാര്യങ്ങൾ. അപ്പൊ സ്ത്രീകൾക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അടുത്തത് നമുക്ക് പിന്നെയുള്ള കാര്യങ്ങൾക്ക് നോർമലി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, സ്കൂൾസ്, അതുപോലെ ആശുപത്രികൾ, അങ്ങനെയൊക്കെ നമുക്കൊരു മണ്ഡലം, ഏത് മണ്ഡലമാണോ അതിനനുസരിച്ചല്ലേ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനനുസരിച്ചുള്ള വികസനങ്ങൾ, കാര്യങ്ങൾ, ജനങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ജനപ്രതിനിധി ആകണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ജനപ്രതിനിധിയെ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാം എന്തായാലും, തീർച്ചയായിട്ടും. തുറന്ന് സംസാരിച്ചു, സിനിമയായിരുന്നു എന്റെ ലക്ഷ്യം. പക്ഷെ പിന്നീട് സിനിമകളിൽ നിന്ന് വിളിച്ചോ? അല്ല, സിനിമകളിൽ നിന്ന് ഈ എല്ലാവരും എന്നോട് ചോദിക്കണ്ട സിനിമയായോ എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നത്. അതൊരു സിനിമയിൽ അഭിനയിച്ച നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യം അല്ലേ, അടുത്ത സിനിമ ഏതാ? അപ്പൊ ഞാൻ എന്തിനെങ്കിലും ആലോചിച്ചു, എപ്പോഴും ഈ ചോദ്യമാണ്. അപ്പൊ ഞാനതിന് മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ മോളൊന്നും അല്ലല്ലോ, എപ്പോഴും സിനിമ വരെ. ഇപ്പൊ ഈവൻ സ്റ്റാർസിന്റെ മക്കള് പോലും സിനിമകൾ ഒരുപാട്, ചെറിയ സ്റ്റാർസിന്റെ ഒക്കെ മക്കൾ ഒരുപാട് ഇടവേളകളിലാണ് സിനിമകളിലൊക്കെ അഭിനയിക്കുന്നത്. അപ്പൊ സിനിമ എന്ന് പറയുന്നത് നമുക്കിങ്ങനെ മരത്തിൽ പോയി മാങ്ങ പൊട്ടിക്കുന്ന പോലെ ഈസി ആയിട്ടുള്ള ഒരു പരിപാടിയൊന്നും അല്ല. സിനിമ എന്ന് പറയുന്നത് ഒരു ലക്ക് തന്നെയാണ്. എപ്പോഴാണ് വരണ്ടേന്ന് വെച്ചാൽ അത് വന്നോളും. അപ്പൊ അതുകൊണ്ട് എപ്പോഴാണോ ഞാൻ, പിന്നെ സിനിമയിൽ അഭിനയിച്ച് മാത്രമേ ജീവിക്കൂ അങ്ങനെ തീരുമാനിച്ചിരിക്കുന്ന ഒരു വ്യക്തിയല്ല. നമ്മള് നമ്മുടെ എല്ലാ ടാലൻസ് ഉപയോഗിക്കുക, അതിനോടൊപ്പം സിനിമയുണ്ട്. അങ്ങനെയാണ് എൻ്റെ ഒരു. എന്നാലും സിനിമയാണ് രാഷ്ട്രീയമാണ് ഇഷ്ടം? എനിക്ക് സത്യം പറഞ്ഞാൽ രണ്ടും ഇഷ്ടമാണ്. രാഷ്ട്രീയം ഭയങ്കര ഇഷ്ടമാണ്, സിനിമയും ഭയങ്കര ഇഷ്ടമാണ്. എന്റെ തന്നെ രണ്ട് വേർഷനാണ് സിനിമയും രാഷ്ട്രീയം. അതായത് സിനിമ എന്ന് പറയുന്നത് ഒരു കലാകാരിയായ ഞാൻ ഇഷ്ടപ്പെടുന്നതാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്റെ ബുദ്ധിപരമായ അങ്ങനത്തെ ഒരു തോട്ടിൽ ഞാൻ ഇഷ്ടപ്പെടുന്നതാണ് രാഷ്ട്രീയം. പക്ഷെ മറ്റേ ആ വ്യക്തിയെ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ടാണ് ദ്രോഹിച്ചതെന്ന് ഒരു ചോദ്യം ചോദിച്ചാൽ എന്ത് ഉത്തരം തരും? ഇല്ല, ഞാൻ ആരെയും ഒരു വ്യക്തി എന്നല്ല, ആരെയും ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ മനഃപൂർവ്വം ദ്രോഹിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. അതിന്റെ ആവശ്യം എന്താ ഉള്ളത്? നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് എന്താ ഗുണമുള്ളത്? ആരെങ്കിലും ദ്രോഹിച്ചിട്ട് ആ സ്ഥാനം എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ. ഞാൻ അങ്ങനെ ഒരിക്കലും എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. മനഃപൂർവ്വം ഒരിക്കലും ഒരാളെയും ദ്രോഹിച്ചിട്ടില്ല. ഈ പണ്ട് മുതൽ ഈ ഒരുങ്ങി നടക്കാനാണോ ഇഷ്ടം? ഭയങ്കര അത് ഭയങ്കര പ്രശ്നമാണ് എനിക്ക്. ചെറുപ്പം തുടങ്ങിയുണ്ട്. എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഒരുങ്ങി നടക്കണം, ഡിഫറെന്റ് ഡ്രസ്സുകൾ ധരിക്കണം. ഒരു ബിഗ് ബോസിൽ ഒരു വിളി റിനിക്ക് വന്നാൽ പോവോ? അതെനിക്ക് അറിയില്ല കേട്ടോ. അത് ആ സാഹചര്യം പോലെ ഇരിക്കും. ബിഗ് ബോസ് കാണുമോ? ബിഗ് ബോസ് കാണാറില്ല. എനിക്ക് ബിഗ് ബോസ് അത്ര ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയല്ല. കാരണം അതിലിങ്ങനെ ആരുടെയെങ്കിലും വീട്ടിലേക്ക് വിളിഞ്ഞു നോക്കുന്ന പോലത്തെ ഒരു പരിപാടിയാണല്ലോ. അതിനോട് പൊതുവെ അവൻ എന്ത് ചെയ്യുന്നു, ഇവളെന്താണ് ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവരാണ്. ഇത് ഇത്രയും പറഞ്ഞിട്ട് അടുത്ത സീസണിൽ മോഹൻലാൽ മലയാളി വരൂ എന്ന് പറയുമോ? അല്ല, വിളിച്ചാൽ ചിലപ്പോ പോവില്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം അത് നമുക്ക് അറിയില്ലല്ലോ അപ്പോഴത്തെ സിറ്റുവേഷൻ. മറ്റു പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ പോകാന്ന് വിചാരിച്ചേക്കാം. പക്ഷെ ബേസിക്കലി അങ്ങനെ ബിഗ് ബോസിനോട് വലിയ താല്പര്യമുള്ള ഒരു വ്യക്തിയല്ല. എനിക്ക് ഈ പരദൂഷണം ഒട്ടും ഇഷ്ടമില്ല. ഞാൻ ഒരാളുടെ ജീവിതത്തിൽ നോക്കാറില്ല. റിനി ഇടുന്ന ഡ്രസ്സിങ് എന്തോ ഡ്രസ്സിങ്, ഇതെന്തോ മേക്കപ്പാ എന്നൊക്കെ കമന്റുകൾ വരുമ്പോഴേ തിരിച്ച് റിയാക്ട് ചെയ്യാൻ തോന്നുന്ന വാക്കുകൾ എന്തൊക്കെയായിരിക്കും? ചില സമയത്തൊക്കെ ഞാൻ റിയാക്ട് ചെയ്യാറുണ്ട്. അതിപ്പോ നമ്മുടെ മൂഡ് പോലെ ഇരിക്കും. അറിയാലോ, സ്ത്രീകളുടെ ഈ ടൈം ഇതുണ്ടല്ലോ. ചില സമയത്ത് നമുക്ക് ഇത്തിരി ദേഷ്യം വരുന്ന, ചില സമയത്ത് നമ്മൾ കൂളായിരിക്കും. അറിയാലോ, സ്ത്രീകളുടെ ഒരു മൂഡ് സ്വിങ്സ് ഉണ്ടല്ലോ. അതനുസരിച്ച് ചിലപ്പോൾ ദേഷ്യമൊക്കെ തോന്നിയിട്ടൊക്കെ ഉണ്ട്. എന്നാലും പൊതുവെ ഞാൻ അവോയ്ഡ് ചെയ്യും. ഇത് കേട്ട് ഇപ്പൊ ആരെന്ത് ഒപ്പീനിയൻ പറഞ്ഞാൽ അതിനെ എഫക്ട് ചെയ്യാണ്ടായി ഇല്ല. ഇപ്പൊ ഒരാളൊന്ന് സുന്ദരിയാന്ന് പറഞ്ഞ ശരി, ഓക്കെ, നിങ്ങൾ പറഞ്ഞത് ഭയങ്കര സംഭവം എന്ന് പറഞ്ഞാൽ ഓക്കെ, നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്, നിങ്ങൾ മഹാ ക്രിമിനൽ ആണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയും ഓക്കെ ശരി, നിങ്ങളൊരു രസമില്ല, ഓക്കെ ശരി. പറഞ്ഞിട്ടുണ്ടോ? അല്ല, അങ്ങനത്തെ രീതിയിലൊക്കെ സംസാരിക്കുന്നവരുണ്ടല്ലോ. എത്ര 2026 ആയാലും 27 ആയാലും 28 ആയെന്ന് പറഞ്ഞാലും കറുപ്പ് വെളുപ്പ് എല്ലാരും പറയും. അങ്ങനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല. ഈ പറയുന്നവൻ തന്നെ ഇത് സൂക്ഷിച്ചു നോക്കുന്നൊരു സംഭവം ഉണ്ടാണോ? അല്ല, രണ്ട് സൈഡുണ്ട്. കറുപ്പ് വെളുപ്പ് എന്ന് പറയുമ്പോൾ കറുത്ത നിറമുള്ളവരെ
നിറം കുറഞ്ഞവരെ പുച്ഛിക്കുന്നത് പോലെ തന്നെ നിറം കൂടിയവരെ കളിയാക്കുന്ന രീതിയും ഉണ്ട്. അതുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഞാനത് ഭയങ്കരമായിട്ട് എന്റെ ലൈഫിൽ ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അതെന്തൊക്കെയാ പറയുന്നത്? നിനക്ക് നിറം കൂടുതലാണോ? അങ്ങനെയല്ല, എന്തു പറഞ്ഞാലും തൊലി വെളുപ്പിന്റെ ജാടയാണ്, കുറച്ച് തൊലി വെളുപ്പുണ്ട്, അല്ലാതെ എന്തിനു കൊള്ളാം. സൗന്ദര്യം ഇല്ല, മുഖ സൗന്ദര്യം ഉണ്ടോ? ഇതാണോ സൗന്ദര്യം? നിറം മാത്രമുണ്ട്, നിറമുള്ളതിന്റെ ജാടയാണ്, നിറമുള്ളതോട് നിറം കുറഞ്ഞവരൊന്നും ഇഷ്ടമല്ല, പുച്ഛമാണ്. ഇങ്ങനെയൊക്കെ എന്തെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട് നമ്മളെ കുറിച്ച്. ഞാൻ ഒരിക്കലും ഒരാളെയും വേർതിരിച്ച് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയല്ല. അപ്പൊ ഈ നിറത്തിന്റെ പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ ആണ് നിറം എന്ന് പറയുന്നത് മലയാളികളുടെ ഇടയിൽ. അത് മലയാളികൾ ഫെയർനെസ്സിനെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അത് ഈ രണ്ടു കൂട്ടർക്കും പ്രശ്നമാണ്. നിറം കുറഞ്ഞ ആളുകളെ സംബന്ധിച്ച് അവരെ പുച്ഛിക്കുകയും ചെയ്യും, നിറമുള്ളവരോട് ഒരു അസൂയ കലർന്ന ഒരു രീതിയിൽ ഇടപഴകുകയും ചെയ്യും. അത് രണ്ടും പ്രശ്നമാണ്. ഒരാൾക്ക് നിറം ഉണ്ടാവുന്നതും നിറം കുറയുന്നതും ഒക്കെ അവർക്ക് ജനറ്റിക്കലി അങ്ങനെ സംഭവിക്കുന്ന രണ്ടു കൂട്ടരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. രണ്ടു കൂട്ടരും തെറ്റ് എപ്പോഴും കേട്ടിട്ടുള്ളൊരു കാര്യമാണല്ലോ തൊലി വെളുപ്പ് എന്ന് പറഞ്ഞിട്ട് സ്ഥിരം കേൾക്കുന്ന ഒരു, ഞാൻ ഒരുപാട് എന്റെ ലൈഫിൽ കേട്ടിട്ടുള്ള ഒരു കാര്യം. അത് ഇനിയിപ്പോ പുതിയ പ്ലാനുകളൊക്കെ എന്താ റീനിയുടെ? സത്യം പറഞ്ഞാൽ ഇങ്ങനെ കെട്ടുവിട്ട വട്ടം പോലെയാണ്. എന്തൊക്കെയാ പ്ലാൻ എനിക്ക് പോലും അറിയില്ല. എന്താണ് നമുക്ക് മനസ്സിലൊരു ആഗ്രഹം കാണുമല്ലോ, എനിക്കൊരു സിനിമയിൽ ഒരു പൊസിഷനിൽ എത്തണം, അല്ലെങ്കിൽ രാഷ്ട്രീയമാണ് രാഷ്ട്രീയത്തിൽ എത്തണം, അല്ലെങ്കിൽ മറ്റ് എന്ത് കാര്യത്തിലാണല്ലോ, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? അങ്ങനെ എന്റെ മനസ്സിൽ എന്റേതായ പ്ലാൻസ് ഒക്കെ ഉണ്ട്. എന്താണ് അത് ഞാൻ അങ്ങനെ പബ്ലിക്കലി പറയാറില്ല. അതായത് ഞാൻ സിനിമയാണോ രാഷ്ട്രീയമാണോ? എന്തായാലും രാഷ്ട്രീയത്തിലേക്ക് ഞാൻ പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം എനിക്ക് ഞാനത് പറഞ്ഞല്ലോ, എനിക്കിങ്ങനെ ഫേക്ക് ആയിട്ട് അഭിനയിക്കാനോ ഇനി ഫേക്ക് ആയിട്ടൊന്നും കാണിക്കാൻ താല്പര്യമില്ല. അതെനിക്ക് ഇഷ്ടമല്ല. രാഷ്ട്രീയത്തിലുള്ള ഒരു ഫേക്ക് എന്നാണോ പറയുന്നത്? ഫേക്ക് ആയിട്ട് കാണിക്കേണ്ടി വരും രാഷ്ട്രീയത്തില്, കാണിക്കേണ്ടി വരും തീർച്ചയായിട്ടും. അത് നമുക്ക് അങ്ങനെ വരും. ഇപ്പൊ ഞാൻ പറയാം, അതായത് നമ്മൾ ഒരാളോട് ആത്മാർത്ഥമായിട്ട് ഇടപഴകിയാൽ ആത്മാർത്ഥമായിട്ട് ഇടപഴകുന്നവർ ചിലപ്പോൾ ഒന്ന് ദേഷ്യപ്പെട്ടു പോവും, അങ്ങനെയൊക്കെ സംഭവിക്കും. അതൊന്നും രാഷ്ട്രീയത്തിൽ പറ്റില്ല. ഇപ്പൊ തന്നെ പിണറായി വിജയൻ സാർ, VD സതീശൻ സാറിന്റെ ഒക്കെ കാര്യങ്ങൾ എടുക്കുമ്പോൾ ഇതിനല്ലേ എല്ലാവരും കുറ്റം പറയുന്നത്. അവരൊന്ന് ദേഷ്യപ്പെട്ടു, അവരൊന്ന് നോക്കി, എല്ലാവർക്കും കുറ്റമാണല്ലോ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ വിനയം അഭിനയിക്കണം, അങ്ങനെ പറ്റുള്ളൂ രാഷ്ട്രീയത്തില്. അതെനിക്കൊരു കുഴപ്പമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിണറായി വിജയൻ സാറൊക്കെ അദ്ദേഹം എന്താണ് ഈ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ചെയ്യുന്നത് എന്നുള്ളതല്ല നോക്കുന്നത്. അതെ, ഒന്ന് കടക്ക് പുറത്തെന്ന് പറഞ്ഞാൽ അതിനുണ്ട് 5 മില്യൺ പ്രശ്നം. ഒന്ന് നോക്കി, ഒന്ന് ചിരിച്ചില്ല, ഇതൊക്കെയാണ് വലിയ ഇഷ്യൂ ആയിട്ട് കാണുന്നത്. അതൊക്കെ ഓരോ വ്യക്തിയുടെ വ്യക്തിപരമായ സ്വഭാവങ്ങളല്ലേ, അവരെങ്ങനെ പെരുമാറണം, എങ്ങനെ വേണം എന്നൊക്കെ ഉള്ളത്. ഇപ്പൊ സെൽഫി, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരാളുടെ കൂടെ സെൽഫി, കാണുന്ന എല്ലാവരും കൂടി സെൽഫി എടുത്ത് അവർ പിന്നെ വല്ല കള്ളനോ വ്യഭിചാരിയാണെങ്കിൽ അപ്പൊ അത് മുഖ്യമന്ത്രിക്ക് കുറ്റവും. അതിന് സെൽഫി എടുത്തില്ലെങ്കിൽ അഹങ്കാരി ആവും. എങ്ങനെയായാലും കുറ്റാണ്, എന്ത് ചെയ്താലും പ്രശ്നമാണ്. അപ്പോ ഞാൻ പറയുന്നത് ഓരോ വ്യക്തികൾക്കും ഓരോ ക്യാരക്ടർ ഉണ്ട്. ഇപ്പൊ എല്ലാവർക്കും ഉമ്മൻചാണ്ടി സാർ ആകാൻ പറ്റില്ലല്ലോ. ഇപ്പൊ VD സതീശൻ സാറിന് VD സതീശൻ പറ്റില്ല. എല്ലാവർക്കും അവരുടേതായ ക്യാരക്ടേഴ്സ്. അവരെന്ത് സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്, അല്ലാതെ എന്ത് പറയുന്നു, എന്ത് അഭിനയിക്കുന്നു എന്നുള്ളതല്ല. ചുമ്മാ ഒരു വിനയം, ഒരു ചിരി ഫിറ്റ് ചെയ്ത അവൻ നല്ലവൻ, കുറച്ച് റീൽസും അഭിനയിച്ച് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല ആള്. അതേസമയം ഒരു ജെന്യുവിൻ മനുഷ്യനാകുമ്പോൾ ചിലപ്പോൾ ഒന്ന് ദേഷ്യപ്പെട്ടു എന്നൊക്കെ വരും. അതിപ്പോ VDSന്റെ കാര്യത്തിലാണെങ്കിലും പിണറായി വിജയൻ സാറിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഈ പ്രശ്നങ്ങളുണ്ട്. അവര് ജെന്യുവിൻ ആയിട്ട് ഒരാളോട് എന്തെങ്കിലും പറഞ്ഞാൽ പോലും അതിനെ കുറ്റമായിട്ടാണ് കാണുന്നത്. ഞാൻ പറയുന്നത് ഒരു രാഷ്ട്രീയ നേതാവിന്റെ സ്വഭാവ പെരുമാറ്റം എന്നുള്ളതല്ല, അദ്ദേഹം എന്ത് ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മള് അതറിഞ്ഞാൽ മതി. അതാണ് നമ്മൾ നോക്കേണ്ടത്, മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. പിന്നെ ഭയങ്കര മോശം സ്വഭാവമാണെങ്കിൽ വല്ലാതെ വല്ല കൊലപാതകയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ആണെങ്കിൽ ഓക്കെ, അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അല്ലാതെ ചെറിയ ചെറിയ ഇഷ്യൂസ് ഒക്കെ നമ്മൾ വലിയ പെരുപ്പിച്ച് കണ്ട് എനിക്കതിനോടൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ്. ഇനിയും രാഷ്ട്രീയത്തിലോട്ട് അവസാനമായി വരുമ്പോൾ ഭരണം തുടരുമോ? അത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. എന്താ പറയാനുള്ളത്? എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ ടൈറ്റ് ഫൈറ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ കുറച്ചും കൂടി UDF അനുകൂലമായ, അതിനുശേഷമൊക്കെ ഒരു അനുകൂലമായ ഒരു തരംഗമായിരുന്നു. ഒരു പക്ഷേ ഈ അടുത്ത് തന്നെ എടുത്തു നോക്കുമ്പോൾ UDF തന്നെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം, അത്ര വലിയ ടൈറ്റ് കോമ്പറ്റീഷൻ അല്ല, പക്ഷെ ഇത് മാറി, ഒരു മാറ്റം വന്നിട്ട്. ഇപ്പൊ ഞാൻ ലാസ്റ്റ് ഫെബ്രുവരിയിൽ എന്തോ കൊടുത്തൊരു ഇന്റർവ്യൂവിൽ എന്നോട് ഇതേ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് UDF വരുമെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ ചെറിയൊരു മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ടൈറ്റ് ഫൈറ്റ് വന്നിട്ടുണ്ട്. കാരണം രണ്ടു കൂട്ടരും വളരെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ചെറിയ രീതിയിലായിരിക്കും ആര് ജയിച്ചാലും, ഒരു വലിയൊരു മാർജിനിൽ ആരും ജയിക്കും എന്ന് എനിക്ക് എന്തോ. എന്നാലും ഭരണം തുടരുമോ? അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ വിചാരിക്കുന്നത് ആര് വന്നാലും എനിക്ക് സന്തോഷം. എന്നാലും ഭരണം തുടരുമോ, UDF വരുമോ?
അത് ഇപ്പോഴത്തെ ഒരു രീതിയിൽ 50-50 പോലെയാണ് എനിക്ക് തോന്നുന്നത്. 50 ഒന്നുകൂടെ കൂട്ടിയാലോ? 50-50 പോലെയാണ് ഇപ്പൊ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നത് നോർത്ത് സൈഡിലൊക്കെ UDF തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിന്റെ നോർത്ത് സൈഡില്. പക്ഷെ മധ്യ കേരളം പിന്നെ തീർച്ചയായിട്ടും UDF അനുകൂലമായിട്ട്, പ്രത്യേകിച്ച് എറണാകുളമൊക്കെ UDF അനുകൂലമായിട്ട് തന്നെ വരും. മൊത്തത്തിൽ എടുത്തു നോക്കുമ്പോൾ ആരായിരിക്കും? അത് ഞാൻ പറഞ്ഞു. എനിക്ക് ഒപ്പീനിയൻ പറയാം. അതായത് ഇത്രയും വർഷം LDF ഭരിച്ചു, ഒരു മാറ്റം തീർച്ചയായിട്ടും വേണം. അങ്ങനെ ഞാനിപ്പോ ഈ ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ ആളുകൾ ചോദിക്കുന്ന അഭിപ്രായങ്ങളുടെ ഒക്കെ റീൽസും കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ഒരു 100 പേരോട് ചോദിച്ചാൽ 50 പേര് UDF എന്നോ 50 പേര് LDF എന്നോ പറയുന്നത്. ഞാനതിങ്ങനെ നിരന്തരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ പലരോടും ചോദിക്കാറുണ്ട്. അപ്പൊ ഒരു ടൈറ്റ് മത്സരം എന്തായാലും വന്നിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു എനിക്ക് തോന്നി റീസെന്റ് സ്ഥാനാർത്ഥി നിർണയ സമയത്ത് UDF ഉണ്ടായ കുറച്ച് വഴക്കുകളും പ്രശ്നങ്ങളും അറിയാം. പിന്നെ MP വരണോ അത് സംബന്ധിച്ചുണ്ടായ കുറച്ച് ഇഷ്യൂസ്, അതൊക്കെ ഒന്ന് കുറച്ച് UDF ബാധിച്ചിട്ടുണ്ട് എന്നാണ്. അതായത് ഒരു സ്റ്റേജിൽ കയറി കഴിഞ്ഞാല് ഒരു അച്ചടക്കം ഇല്ലാതെ എല്ലാരും കയറി തുള്ളുന്നു, കൈയിട്ടാട്ടുന്നു, ഇതൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ല, പൊതുവിൽ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് ഒരു പോരായ്മയായിട്ട് തോന്നുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത്. അതേസമയം LDF കുറച്ചും കൂടി വളരെ അച്ചടക്കത്തോടു കൂടി കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ളൊരു ചിന്താഗതി പൊതുവെ സമൂഹത്തിലുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു വിവാഹം അല്ലെ ഒരു ഊണ് കഴിക്കാൻ പ്രതീക്ഷിക്കാവോ? അതിനുള്ള സാധ്യത വളരെ കുറവാണ്. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. അതെനിക്ക് താല്പര്യമില്ല, ഊണ് തരാൻ ആഗ്രഹമില്ല. അതാണ്. എന്നാലും പ്രണയാഭ്യർത്ഥനയൊന്നും വന്നിട്ടില്ല. പ്രണയാഭ്യർത്ഥനയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് വിവാഹത്തോട് പൊതുവെ ഈയിടെയായിട്ട് കുറച്ച് വിമുഖതയുണ്ട്. തിരഞ്ഞെടുപ്പിന്റെ ചൂടിൽ നിൽക്കുമ്പോൾ അവസാനമായി പാലക്കാട് സ്ഥലം അറിയാവോ? അറിയാം, കേട്ടിട്ടുണ്ട്. പാലക്കാട് ഞാൻ ഒരുപാട് വർഷം പോയിട്ടൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ്. ഒരുപാട് പ്രോഗ്രാംസിന്റെ ഭാഗമായിട്ടൊക്കെ പോയിട്ടുള്ള സ്ഥലമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലവും കൂടിയാണ്. കാരണം പാലക്കാട് എന്ന് പറയുമ്പോൾ അതിന്റെ ഹരിതാത്മകം അല്ലേ, വളരെ ഹരിതപൂർണമായിട്ടുള്ള പച്ചപ്പൊക്കെ ഉള്ള, പ്രത്യേകിച്ച് അവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ കൽപ്പാത്തി ക്ഷേത്രം. ഞാൻ കൽപ്പാത്തി ക്ഷേത്രത്തിലൊക്കെ പോയിട്ടുള്ള ആളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് പാലക്കാട്. ഈ രാഷ്ട്രീയത്തെ പറ്റി നല്ല രീതിയിൽ അറിയാവുന്നവരെന്നും പറയുന്നൊരു കാര്യമുണ്ട്, സിനിമയല്ല രാഷ്ട്രീയം. ഇനിയും കുറച്ച് മുമ്പ് പറയുകയുണ്ടായി. പക്ഷെ ഇന്ന് കാണുന്നൊരു രാഷ്ട്രീയ കാഴ്ച എന്ന് പറയുന്നത് സിനിമയിലൊന്ന് സക്സസ് ആയി നിൽക്കുമ്പോൾ അടുത്ത് ചാടുന്നത് രാഷ്ട്രീയത്തിലോട്ടാണ്. പിഷാരടി എടുത്തോ, ഇപ്പൊ പാലക്കാട് പിഷാരടി എടുക്കുമ്പോൾ ഞാൻ തുടങ്ങിയ സിനിമയല്ല രാഷ്ട്രീയം, പിഷാരടിക്ക് വിജയ സാധ്യതയുണ്ടോ? അതെനിക്ക് ഇപ്പോ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അവിടെ നടക്കുന്നതെന്ന് പറയുന്നത് ത്രികോണ മത്സരമാണ്. ശക്തമായ ഒരു ത്രികോണ മത്സരം പാലക്കാട് നടക്കുന്നുണ്ട്. അതായത് UDF രമേശ് പിഷാരടി, BJP ശോഭാ സുരേന്ദ്രൻ, LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി NMR റസാഖ്. പിഷാരടി ഒന്ന് മാറ്റി നിർത്തിയാൽ മറ്റു രണ്ടുപേർക്കും എക്സ്പീരിയൻസ് ഉണ്ട് രാഷ്ട്രീയത്തിൽ തീർച്ചയായിട്ടും. പക്ഷേ ജനങ്ങൾ നോക്കുവോ? അതെനിക്ക് പറയാൻ പറ്റില്ല, അത് ജനങ്ങളുടെ കയ്യിലാണ്. പക്ഷെ എന്തായാലും എനിക്ക് പറയാനുള്ളത് അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഒരു ചെറിയ വോട്ടിന്റെ വ്യത്യാസത്തിലായിരിക്കും ജയിക്കുന്ന ആള് ജയിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു. ചെറിയ വോട്ടൊക്കെ ഓക്കെ, അല്ല അത് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതായത് പറഞ്ഞു ജയിച്ചു കഴിഞ്ഞാൽ മമ്മൂട്ടിയെ കൊണ്ടുവരുമെന്നാ. അല്ല, അത് ഞാൻ പിന്നീട് അദ്ദേഹം പറയുന്ന എക്സ്പ്ലനേഷൻ കേട്ടായിരുന്നു. അത് ആരോ ചോദിച്ചപ്പോ ആരോ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, മമ്മൂട്ടിനെ ഒന്ന് കാണാൻ പറ്റുമെന്ന്, ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ മമ്മൂട്ടിനെ കൊണ്ടുവരാന്ന് ഇങ്ങനെ പറഞ്ഞു. അത്രേ ഉള്ളൂ. അല്ലാതെ അദ്ദേഹം കൊടുത്തൊരു വാഗ്ദാനം ഒന്നും അല്ലാതെ. ഈ സോഷ്യൽ മീഡിയയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരാൾ ഒരു സെന്റൻസ് പറയുന്നത് പോലും അതിനിങ്ങനെ മാറ്റിമറിക്കുവാണ്. അതിനെ വേറൊരു മീനിങ് കൊടുത്ത് അവരുടെ ക്രെഡിബിലിറ്റി അങ്ങ് നശിപ്പിച്ചോളൂ. ഒറ്റ സെന്റൻസ് വെച്ചിട്ടായിരിക്കും അവരുടെ ക്രെഡിറ്റ്. ഒരുപാട് കേസസ് ഉണ്ട്, അത് എടുത്തു പറയാന്ന് പറഞ്ഞാൽ കുറെ കേസസ് ഉണ്ട്. അപ്പോൾ ഈ വിഷയം എടുത്തു കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ സാധ്യതയുണ്ട്, 3 പേർക്കും തുല്യമായി സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം ഇപ്പോൾ NMR റസാഖ് എന്നിട്ടപ്പോൾ ആദ്യം എനിക്കിത് ആരാന്ന് അറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ഒരു അത്ര പോപ്പുലർ അല്ലാത്തൊരു സ്ഥാനാർത്ഥി എന്തുകൊണ്ടാണ് LDF ഇടുന്നത് എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. പക്ഷെ പിന്നീട് നമുക്ക് മനസ്സിലായി വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹം വളരെ പോപ്പുലറായി കേരളത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥികളിൽ ഒരാളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം അത്രയും ടാലന്റഡ് ആണ്. അതിൽ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുമ്പോൾ BJP ഒരു സ്റ്റാർ ആണ്, ഒരു സ്റ്റാർ താരമാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു സ്ത്രീകള് കുറച്ച് സപ്പോർട്ട് ചെയ്യും. പക്ഷെ അത് ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ട് കിടക്കുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട് സത്യത്തിൽ. കാരണം അവിടുത്തെ ഒരു വോട്ടിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ മതം ജാതിയൊക്കെ വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും സാധ്യതയുണ്ട് എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ഞാൻ ഇനി ഓരോ മതവും ജാതിയായിട്ട് ഇങ്ങനെ പറയുന്നില്ല എന്നേ ഉള്ളൂ. അങ്ങനെ ഒരു ടൈറ്റ് ഫൈറ്റിൽ നിൽക്കുന്ന ഒരു
മണ്ഡലമാണ്. എന്തായാലും ഒരു ത്രില്ലിംഗ് ആയിരിക്കും നമുക്ക് അല്ലേ? ഞാൻ ഏറ്റവും നോക്കി കാണുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട് മണ്ഡലം. മറ്റൊരു മണ്ഡലം ഏതായിരിക്കും? ഞാൻ ശ്രദ്ധിക്കുന്ന മറ്റൊരു മണ്ഡലം പേരാവൂര്. പേരാവൂര് ശ്രദ്ധേയമായ ഒരു മണ്ഡലമാണ്. കാരണം അവിടെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് സാറും ഇപ്പുറത്ത് ശൈലജ ടീച്ചറും വരുന്ന ഒരു മത്സരമാണ്. അപ്പോൾ അതൊരു നല്ലൊരു ഫൈറ്റാണ്. എനിക്ക് തോന്നുന്നു പൊതുവില് സ്ത്രീകൾക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നില്ല എന്ന് പൊതുവെ എനിക്കൊരു അഭിപ്രായം. അത് യാഥാർത്ഥ്യമാണ്. അതിൽ ഈഗോ എന്തായിരിക്കും? എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ കരുതുന്നത്, നമ്മുടെ കേരളത്തിലെ വോട്ടേഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉള്ളത് പോപ്പുലേഷൻ വൈസ് സ്ത്രീകളാണ്. അപ്പൊ സ്ത്രീകള് ബുദ്ധിപൂർവ്വം വോട്ട് ചെയ്താൽ സ്ത്രീകൾക്ക് അനുകൂലമായ പല കാര്യങ്ങളും കേരളത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. പക്ഷെ സ്ത്രീകൾ രാഷ്ട്രീയമായിട്ട് അധികം ചിന്തിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു ന്യൂനതയാണ്. പല സ്ത്രീകളും ജസ്റ്റ് റീൽസ് നോക്കി, സൗന്ദര്യം നോക്കി, യഥാർത്ഥമാണ് ഞാൻ പറയുന്നത്, സ്ഥാനാർത്ഥികളായ പുരുഷന്മാരുടെ സൗന്ദര്യം നോക്കി വോട്ട് ചെയ്യുന്ന സ്ത്രീകൾ. ഈ സൗന്ദര്യം നോക്കി വീണവരുണ്ട്. ഉണ്ട്. സൗന്ദര്യം നോക്കി വോട്ട് ചെയ്യുന്നവരുണ്ട്. വീഴുന്നത് വേറെ കാര്യം, സൗന്ദര്യം നോക്കി വോട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതൊരു ഇഷ്യൂ ആണെന്നാണ് ഞാൻ പറഞ്ഞത്. കുറച്ചും കൂടി സ്ത്രീകൾ രാഷ്ട്രീയമായിട്ട് ചിന്തിക്കണം, കുറച്ചും കൂടി വോട്ട് അവകാശത്തിന് സ്ത്രീകൾ ബുദ്ധിപൂർവ്വം വിനിയോഗിക്കണം എന്നുള്ളൊരു ഐഡിയ എനിക്കുണ്ട്. അപ്പോൾ അതിന് പറ്റിയ സ്ത്രീകൾ നിൽക്കുമ്പോൾ കുറച്ചുകൂടി സ്ത്രീകൾക്ക് പ്രോത്സാഹനം കൊടുക്കാൻ സ്ത്രീകൾ മുന്നിട്ട് നിൽക്കണം എന്നുള്ളത് എൻ്റെ ഒരു ഒപ്പീനിയനാണ്. അതുപോലെ തന്നെ ജയിച്ചു വരുന്ന സ്ത്രീകൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനും തയ്യാറാണ്. ഇത് രണ്ടും ഉണ്ടാവുന്നില്ല. അപ്പൊ സ്ത്രീകളുടെ ഇടയിൽ ഒരു ഒത്തൊരുമ ഭയങ്കര കുറവാണ്, പൊതുവിലെ ഒത്തൊരുമ കുറവാണ്. അപ്പൊ അങ്ങനെ ഒത്തൊരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അനുകൂലമായി പാട്രിയാർക്കലായിട്ടുള്ള പല കാര്യങ്ങളും മാറ്റിയെടുത്ത് കുറച്ചും കൂടി സ്ത്രീകൾക്ക് അനുകൂലമായ ഒരു സിറ്റുവേഷൻ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ സ്ത്രീ വോട്ടേഴ്സ് അത് ശ്രദ്ധിച്ച് വോട്ട് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായം. ഞാനത് ഇന്ന രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. സ്ത്രീകൾ മുന്നോട്ട് വരണം. പ്രത്യേകിച്ച് നമുക്കൊരു സ്ത്രീ മുഖ്യമന്ത്രി വേണം എന്നുള്ളത് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധി വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ത്രീ മുഖ്യമന്ത്രി നമുക്ക് വേണം എന്നുള്ളത്. പക്ഷെ എത്രത്തോളം സ്ത്രീകൾക്ക് അങ്ങനെ പ്രാധാന്യം കൊടുക്കുന്നു? ഇപ്പൊ LDF പേരിനെങ്കിലും ചിലരുണ്ട്, UDF നമുക്ക് മുഖ്യമന്ത്രി ആക്കാന്ന് പറയുന്ന ഒരു സ്ത്രീ ഇല്ല എന്നുള്ളതാണ് സത്യം. ആ ഒരു ലെവലിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ ആ ലെവലിലേക്ക് വളരാൻ ആരെയും അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ പറയുമ്പം തന്നെ സ്ത്രീ പുരുഷ ഭേദമന്യേ ഞാൻ ചോദിക്കുവാണ്, രാഷ്ട്രീയത്തിലുള്ളവർ തന്നെ കോൺഗ്രസ് എടുത്തു, LDF എടുത്തു, ഇനി BJP എടുത്തു, അതിലൊരു കഴിവുള്ള രാഷ്ട്രീയക്കാരൻ വളർന്നു വരുമ്പോൾ ആ പാർട്ടിയിലുള്ളവർ തന്നെ വെട്ടുന്നൊരു ചരിത്രമില്ലേ? തീർച്ചയായിട്ടും. അത് സ്ത്രീ പുരുഷനോട് വ്യത്യാസം നമുക്ക് അതിനകത്ത് കാണാൻ പറ്റില്ല. അത് കൂടുതലും ഈ നേതാക്കന്മാരുടെ പെറ്റായി വളർന്നു വരുന്നവർക്ക് ആ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. നമ്മൾ പറയില്ലേ പെട്ടിപിടുത്തക്കാരെന്നൊക്കെ പറയുന്നത്, അങ്ങനെയുള്ളവർക്കല്ല ഇഷ്യൂസ് ഉണ്ടാവുന്നത്. സ്വന്തമായ അഭിപ്രായമുള്ള, നിലപാടുകളുള്ള, തീരുമാനങ്ങളുള്ള, സ്വന്തമായ വ്യക്തിത്വമുള്ളവരെയൊക്കെയാണ് പൊതുവിൽ ഇങ്ങനെ വെട്ടിക്കളയുന്ന ഒരു പ്രവണത പ്രശ്നമാകും എന്നുള്ളത്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് അങ്ങനെ പറയുകയല്ല, എന്നാൽ പോലും അങ്ങനെ അദ്ദേഹത്തെ ഒരു പാർട്ടി വെട്ടി എന്നുള്ള രീതിയിലല്ല ഞാൻ പറയും. ഇപ്പൊ VDSന്റെ കാര്യം എടുത്താൽ തന്നെ അദ്ദേഹത്തിന് ഒരു മന്ത്രിയൊക്കെ ആകാൻ പറ്റുന്ന ഒരാളായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ആ ഒരു സ്ഥാനത്തിലേക്ക് എത്താൻ പറ്റിയില്ല. അപ്പോൾ അദ്ദേഹത്തിനും ഈ പറഞ്ഞ പോലെ വ്യക്തിത്വമുള്ള, സ്വന്തമായിട്ട് അഭിപ്രായങ്ങളുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ഈ പെട്ടിപിടുത്തക്കാർക്ക് പ്രശ്നം വരുന്നില്ല. അവരാരുടെയെങ്കിലും ഒക്കെ കെയർ ഓഫിൽ കയറി ഇങ്ങനെ പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതല്ലാതെ രാഷ്ട്രീയത്തെ കുറച്ചും കൂടി ജെനുവിനായി കാണുന്നവരെ സംബന്ധിച്ച് അവരെ വെട്ടിനിരത്തുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ സ്ത്രീകൾ മാത്രം നേരിടുന്ന ഒരു ഇഷ്യൂ ഒന്നും അല്ല, അതെല്ലാവരും നേരിടുന്ന ഒരു ഇഷ്യൂ ആണ്. പക്ഷെ കോൺഗ്രസിനെ മാത്രം എടുത്തു നോക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെക്കാൾ കോൺഗ്രസ്സുകാർ ഈ വെട്ടിയിടുന്നത് കൂടുതലല്ലേ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് എല്ലാ പാർട്ടികളിലും പൊതുവെ ഉള്ളൊരു അങ്ങനത്തെ പ്രവണതകളൊക്കെ ഉണ്ടല്ലോ, നമുക്കില്ലെന്ന് പറയാൻ പറ്റില്ല. പിന്നെ എല്ലാത്തിനെയും വെട്ടിയിടലെന്നൊന്നും നമുക്ക് പറയാനും പറ്റില്ല കേട്ടോ. ചിലരെ ഇപ്പോൾ വെട്ടുന്നതിന്റെ പിന്നിൽ കൃത്യമായ കാരണങ്ങൾ, ഇപ്പൊ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, ഇപ്പൊ CPM പാർട്ടി എടുത്തു കഴിഞ്ഞാൽ ചിലർ പെട്ടെന്ന് അങ്ങ് അപ്രത്യക്ഷമാവുന്നത് കണ്ടിട്ടുണ്ട്. അതിലിപ്പോൾ നമ്മൾ അറിയാത്തായിരിക്കും, ചിലപ്പോൾ അവർക്കെതിരെ എന്തെങ്കിലും അലിഗേഷൻസ് ഒക്കെ ഇൻസൈഡ് പാർട്ടിയിൽ തന്നെ വന്നതിന്റെ ഭാഗമായിട്ട് അവരെ മാറ്റി നിർത്തുന്ന കാര്യങ്ങളൊക്കെ പാർട്ടിക്ക് അകത്ത് തന്നെ നടക്കുന്നുണ്ട്, അറിയണമെന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാം വെട്ടി നിർത്തുന്നു എന്ന് നമ്മൾ ഏതൊരു വിഷയം എടുത്താലും അയാൾ വളർന്നു തന്നെയുണ്ട് അപ്പൊ അയാൾ വെട്ടി നിർത്തി അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. ചിലരുടെ കാര്യം അവർ തെറ്റ് ചെയ്തത് കൊണ്ട് തന്നെയായിരിക്കും, ചിലരുടെ കാര്യത്തിൽ അത് കൂടുതൽ പാർട്ടിയിൽ നിന്ന് ഇല്ലാതാക്കില്ല ഒരിക്കലും. അങ്ങനെയുള്ളവർ പല സ്ഥാനങ്ങളിൽ നിന്നാണ് മാറ്റുന്നത്, അല്ലാതെ പാർട്ടിയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തുന്ന സംഭവങ്ങളൊന്നും അങ്ങനെ ഉണ്ടാവുന്നില്ല, അങ്ങനെ ഒന്നും ഉണ്ടാവുന്നില്ല. ഇപ്പൊ നമ്മൾ പാർട്ടിയിൽ നിന്ന് ഒരാളെ പുറത്താക്കി എന്ന് പറയുമ്പോൾ അയാൾ അങ്ങ് വെട്ടി നിരത്തി എന്ന് പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല. സ്ഥാനത്ത് ജയിക്കാത്ത സീറ്റുകൾ കൊടുക്കുക ഇങ്ങനെ. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ഉണ്ട്, ഇപ്പൊ പ്രശോഭ് വത്സൻ, ഇപ്പൊ ലേറ്റസ്റ്റ് ഉണ്ടായ ഒരു സംഭവമുള്ള പാലക്കാട് ഒരു കൗൺസിലറിന്റെ വിഷയം.
അതിലൊക്കെ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അത് നമുക്ക് പാർട്ടിയിൽ നിന്ന് വെട്ടി നിർത്തി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ ചില കാര്യങ്ങളിൽ ഇതുപോലെ അത് ചെയ്യുന്നത് ഒരു നല്ല സ്ഥാനത്തേക്ക് വരും എന്ന് കാണുമ്പോൾ അവരെ തോക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ കൊണ്ടുപോയി. അതിനൊരു ഉദാഹരണമായിട്ട് ശൈല ടീച്ചറിനെ നമുക്ക് എടുക്കാൻ പറ്റുമോ? അല്ല, അത് ഞാൻ അങ്ങനെ പറയുന്നില്ല. പക്ഷെ അങ്ങനെയുള്ള പ്രവണത ഇവിടെ നടക്കുന്നുണ്ട്. കാരണം ശൈല ടീച്ചർ എന്ന് പറയുമ്പം ഒരു രാഷ്ട്രീയത്തെ അത്രമേൽ അറിയാവുന്ന ഒരു പ്രവർത്തക തന്നെ. ഇപ്പം പറഞ്ഞു ഒരു മുഖ്യമന്ത്രി ആകാൻ സാധ്യത തന്നെ ഉണ്ട്, ഇതെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലില്ല. മുഖ്യമന്ത്രി ആകണമെന്ന് LDF ആണ് വരുന്നതെങ്കിൽ മുഖ്യമന്ത്രി ആകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ശൈല ടീച്ചർ. വേറൊന്നും കൊണ്ടല്ല, ഒരു സ്ത്രീ വരണം എന്നൊരു ആഗ്രഹമുണ്ട്, ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു ആഗ്രഹമുണ്ട്. ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിരുന്ന ഒരു ആളും കൂടിയാണ്. അപ്പോൾ മട്ടന്നൂർ കുറച്ചുകൂടി സേഫ് ആയ ഒരു മണ്ഡലമായിരുന്നു. പക്ഷെ പേരാവൂരിലേക്ക് മാറ്റി. അതിന് ഇങ്ങനെ പറയുന്നുണ്ട്. അല്ല, നമ്മളത് വ്യക്തമായിട്ട് ഒരു സാധാരണക്കാരന് മനസ്സിലാകേണ്ട രീതി വേണം അതിന് ഉത്തരം കൊടുക്കാൻ. അതായത് ജയിക്കുമെന്ന് ഉറപ്പുള്ളിടത്ത് നിന്ന് വെട്ടിമാറ്റി ജയിക്കാത്തടത്ത് നിർത്തുന്നതല്ല ഇതിലൊരു ഒറ്റ വാക്ക് പറഞ്ഞാല്. അങ്ങനെ ഞാൻ പറയുന്നില്ല. അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇപ്പൊ അവര് തന്നെ തരുന്ന ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഇവിടെ ജയിക്കാൻ വേണ്ടി, അതായത് സണ്ണി ജോസഫിനെ പോലെ ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി പ്രാപ്തയായ ഒരു ആളെ ഇട്ട് കൊടുത്തു എന്നുള്ളതാണ്. ഓപ്പോസിറ്റ് അതുപോലൊരു ടൈറ്റ് മത്സരം കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത്. ചിലർ പറയുന്നത് ഒരു വെട്ടിനിരത്തലിന്റെ ഭാഗമാണ് എന്നുള്ളത്. വിശ്വസിക്കുന്നു. ഞാൻ അങ്ങനെ ഒന്നിലും വിശ്വസിക്കുന്നില്ല. പക്ഷെ എനിക്ക് പൊതുവെ തോന്നുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ജയിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥാനത്തിലേക്ക് വരാൻ സാധ്യതയുള്ളവരെ വെട്ടിനിരത്തുന്ന ഒരു രീതി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. തോക്കുന്ന മണ്ഡലം പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, അത് ഈ ഒരു പാർട്ടി എന്നല്ല, എല്ലാ പാർട്ടിയിലും ഉണ്ട്. സ്ത്രീകൾക്ക് തോക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ കൊടുക്കുന്നു. അതിപ്പോ ഏതെടുത്താലും, കോൺഗ്രസ് എടുത്താലും ലീഗ് എടുത്താലും ഒക്കെ അങ്ങനെ തന്നെയാണ്. CPM എടുത്താലും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. അതായത് തോക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ അങ്ങ് സ്ത്രീകൾക്ക് കൊടുത്തുന്നുമായി. അതിൽ കൂടുതലും തോക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ തന്നെയാണ് കൊടുക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി അവസാനമായി കോൺഗ്രസ് വന്നാൽ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് VD സതീശൻ മുഖ്യമന്ത്രി ആകണമെന്നാണോ, രമേശ് ചെന്നിത്തല ആകണമെന്നാണോ? അല്ല, അത് ഞാൻ നേരത്തെ അതിനൊരു മറുപടി പറഞ്ഞായിരുന്നു. അത് എനിക്കിപ്പോ ചെന്നിത്തല സാറാണെങ്കിലും VD സതീശൻ സാർ രണ്ടുപേരെയും ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് പേഴ്സണലി VD സതീശൻ സാർ ആകണം എന്നുണ്ട്. ഭരണം കിട്ടിയില്ലെങ്കിൽ VD സതീശൻ പാർട്ടിയിൽ നിന്ന് വിടുമെന്നാ പറഞ്ഞേക്കുന്നത്. ഉറപ്പായിരിക്കുമല്ലേ? വനവാസത്തിന് പോകുന്നതാണ് അദ്ദേഹം. അല്ല, അദ്ദേഹം ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ മാറ്റം ഉണ്ടാവില്ല അതിനകത്ത്. ഭരണം കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം എനിക്ക് തോന്നുന്നു മാറി നിൽക്കും തന്നെ തോന്നുന്നു. അദ്ദേഹം അങ്ങനെ വെറുമാക്ക് പറയും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഒരുപാട് പ്രാവശ്യം പറയുകയും ചെയ്തു. ഇനിയിപ്പോ വെറുമാക്കാക്കാനും പറ്റില്ല. പക്ഷെ അദ്ദേഹം അത് അത്രയും കോൺഫിഡന്റ് ആയിട്ട് പറയുന്നതിന്റെ കാരണം ഭരണം കിട്ടും എന്ന് തന്നെയാണ്. അതൊരു ഈ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഓവർ കോൺഫിഡൻസ് ആയിട്ട് തോന്നാറില്ല. അത് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അദ്ദേഹം ഇതുവരെ പറഞ്ഞിരുന്ന എല്ലാ കാര്യങ്ങളും സത്യമായിട്ടുണ്ട്. ഇപ്പൊ അദ്ദേഹം ഈ ഉപതെരഞ്ഞെടുപ്പുകൾ വന്നപ്പോ എല്ലാം ടീം UDF ജയിക്കും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിച്ചു. ലോക്സഭ അങ്ങനെ തന്നെ വന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോ എല്ലാവരും അദ്ദേഹത്തെ കളിയാക്കി. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ CPM-ന്റെ LDF-ന്റെ കുത്തകയാണ്. അതൊന്നും തകർക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ പോലും അങ്ങനെ വിചാരിച്ചത്. പക്ഷെ അത് തകർത്ത് അവർ വന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്, അദ്ദേഹം രാഷ്ട്രീയ ചാണക്യനാ, നമ്മളെ പോലെ അല്ല. നമ്മളിപ്പോ കാണുന്നത് ഒരു നോർമൽ ഒരു മനുഷ്യന്റെ ചിന്തകളാണ്. അദ്ദേഹം രാഷ്ട്രീയ ചാണക്യനാണ്. അദ്ദേഹം അതിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ പൊട്ടന്മാരല്ലല്ലോ. പൊട്ടന്മാരാണെന്നല്ല, അദ്ദേഹത്തിന് അതിനകത്ത് എന്തെങ്കിലും ഒരു ഒന്നും കാണാതെ വിളിച്ചു പറയുന്ന ഒരാളല്ല. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് ഈ ഇലക്ഷൻ എഞ്ചിനീയറിംഗിന് അപാര കഴിവുള്ള ആളാണ്. അതറിയാം, അതെനിക്കറിയാം. അതായത് ഇപ്പൊ പറവൂര് തന്നെ അദ്ദേഹം ഇലക്ഷന് അദ്ദേഹം ചെയ്തിരിക്കുന്ന മാതൃകകളാണ് ഇന്ന് പലരും കോൺഗ്രസിലെ പല സ്ഥാനാർത്ഥികളും എടുക്കുന്ന രീതി. അതായത് അത് ഞാൻ അദ്ദേഹം എന്താണ് ചെയ്തതെന്നുള്ളത് ആദ്യം പറയാം. അതായത് അദ്ദേഹം ആദ്യം 1996 ആദ്യമായിട്ട് പറവൂര് മത്സരിക്കാനായിട്ട് വരുന്നത്. ആ പ്രാവശ്യം അദ്ദേഹം തോറ്റു. നിസാര വോട്ടുകൾക്കാണ് തോറ്റത്. അപ്പൊ സാധാരണ തോറ്റു കഴിയുമ്പോൾ ആളുകൾ അതങ്ങ് അടുത്തങ്ങ് പോകും, കാരണം ഒരു നാണക്കേടാണ്. പക്ഷെ അദ്ദേഹം പിന്നീട് ആ 5 വർഷവും അവിടെ തന്നെ നിന്ന്, പറവൂര് തന്നെ നിന്ന് പ്രവർത്തിച്ചു. എല്ലാ ആളുകളായിട്ട് ഇടപെട്ട്, ഓരോ കാര്യങ്ങളിൽ നിന്നും ഒക്കെ ഇടപെട്ട് പ്രവർത്തിച്ചു. പിന്നെ 2001 ഇലക്ഷൻ വന്നപ്പോൾ അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പ്രവർത്തിച്ചു. അതിന്ന് പലരും ചെയ്യുന്നുണ്ട്. ആ രീതി ഇന്ന് പലരും പിന്തുടരുന്നില്ല. ഇല്ല, ഇപ്പൊ തന്നെ ജ്യോതികുമാർ ചാമക്കാല അദ്ദേഹം ഒക്കെ ഇങ്ങനെ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. 5 വർഷവും കഴിഞ്ഞ 5 വർഷമായിട്ട് അദ്ദേഹം ആ മണ്ഡലത്തിൽ തന്നെ, ഗണേഷ് കുമാറിന്റെ അവിടെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇദ്ദേഹത്തിന്റെ മാതൃക ഇന്ന് പലരും മാതൃക സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു അപാര കഴിവുള്ള ഒരാളാണ്.
അപ്പൊ അദ്ദേഹം എന്തെങ്കിലും മുൻകൂട്ടി കാണുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഉണ്ടാവും എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. പിന്നെ മറിച്ച് സംഭവിക്കാം, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ മറിച്ച് അങ്ങനെ വനവാസം ആകേണ്ട ഒരു സംഭവം അല്ലെങ്കിൽ തോറ്റു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം മാറി നിൽക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം അങ്ങനെ വെറും വാക്ക് പറയാത്ത ഒരാളാണ്. ഒരു വാക്ക് പറഞ്ഞാൽ അത് ആ വാക്ക് തന്നെയാണ്, അത് മാറില്ല, അങ്ങനത്തെ ഒരാളാണ്. നമ്മളിത് സംസാരിക്കുമ്പോഴും ഒരു വിഷയം നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മൾ കണ്ടതുപോലെ തന്നെ യു പ്രതിഭയുടെ കണ്ണീരല്ലേ, ആ കണ്ണീരിന് ഒരു മറുപടി കൊടുക്കണ്ടേ? അല്ല, ഞാൻ ആ വിഷയം ഞാൻ വളരെയധികം ശ്രദ്ധിച്ചൊരു കാര്യമാണ്. അതായത് പൊളിറ്റിക്സിലുള്ള സ്ത്രീകൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നം, അപ്പൊ ഈ ഇന്ന പാർട്ടി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ പൊളിറ്റിക്സിൽ വരുന്ന സ്ത്രീകളുടെ പൊളിറ്റിക്സിനെ കുറിച്ച് അവരെന്തു പറയുന്നു, അവരുടെ രാഷ്ട്രീയം എന്താണ്, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ എന്താണ് എന്നുള്ളത് വിലയിരുത്തുന്നതിന് പകരം അവരുടെ സൗന്ദര്യം, അവരുടെ ശരീരം, ഈ രീതിയിലാണ് പലപ്പോഴും പൊളിറ്റിക്സ് ചർച്ച പോകുന്നത്. അപ്പോൾ ഒരു പുരുഷനാണെങ്കിൽ അങ്ങനെ ഒരു ചർച്ച ഉണ്ടാവുന്നില്ല. പക്ഷെ സ്ത്രീകൾ വരുമ്പോൾ ഏത് എടുത്തു നോക്കിയാൽ, ഏത് സ്ഥാനാർത്ഥിയെ എടുത്തു നോക്കുമ്പോൾ യു പ്രതിഭയുടെ വിഷയമുണ്ട്, അവരൊരു വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലൊരു അത്രയും മോശമായ ഒരു സംസാരമാണ് സ്ത്രീയെ കുറിച്ച് പബ്ലിക്കലി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഫാത്തിമ തഹ്ലിയ ഒരു സ്ഥാനാർത്ഥിയാണ് ലീഗിന്റെ. അവർ വരുമ്പോൾ അവരുടെ ഓരോ പോസ്റ്റുകളുടെ അടിയിലും വളരെ മോശമായിട്ട് അത് പറയാൻ പറ്റാത്ത രീതിയിൽ അപമാനിക്കുന്നുണ്ട്. അതുപോലെ ശൈലജ ടീച്ചർ ഇപ്പോഴല്ല, വടകരയിൽ മത്സരിക്കുന്ന സമയത്ത് ശൈലജ ടീച്ചർക്കെതിരെ, അത്രയും പ്രായമായ ഒരു സ്ത്രീക്കെതിരെ പോലും സെക്ഷലി ഉള്ള കമന്റ്സുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സ്ത്രീകളായിട്ടുള്ള സ്ഥാനാർത്ഥികൾ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ്. അവര് വളരണ്ട, അല്ലെങ്കിൽ അവരൊരു ശരീരത്തിനപ്പുറം കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അവരെ രാഷ്ട്രീയം വന്നിട്ട് യു പ്രതിഭ, നിങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യൂ, അവർ കൊണ്ടുവന്ന വികസനങ്ങളെ കുറിച്ച് ചർച്ച ഇല്ല. അവർ വികസനങ്ങൾ പോരാ, പ്രവർത്തനം പോരെങ്കിൽ അതിനെക്കുറിച്ച് രൂക്ഷമായി വിമർശിക്കൂ. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജനപ്രതിനിധികളെ വിമർശിക്കാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട്. ആ അവകാശങ്ങൾ വെച്ച് നമുക്കൊരു സ്ത്രീയാണെന്നുള്ള പരിഗണനയൊന്നും അതിനകത്ത് കൊടുക്കാൻ, പക്ഷെ ആ വിമർശനത്തിന് ഒരു മര്യാദ വേണം. സെക്ഷലൈസ് ചെയ്ത് കാണുക. സ്ത്രീ എന്ന് പറഞ്ഞാൽ അതുപോലെ ഈ പൊതുപ്രവർത്തന രംഗത്ത്, സിനിമാ രംഗത്ത്, ഇതുപോലുള്ള മേഖലകളിലെല്ലാം ഉയർന്നു വരുന്ന സ്ത്രീകളെയൊക്കെ വെറും ശരീരമായിട്ട് കാണുന്ന ഒരു അവസ്ഥയുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ സമൂഹം വളരെ പാട്രിയാർക്കൽ ആയിട്ടുള്ള ഒരു സമൂഹമാണ്. അതിന് മാറ്റം വരണം. ഒരു സ്ത്രീ പറയുന്ന അവളുടെ വാക്കുകൾക്കാണ്, അവളുടെ ശരീരവും അവളുടെ രൂപവും അവളുടെ വസ്ത്രവും ഒന്നും അല്ല, അതിന്റെ ആവശ്യമില്ല. അതൊക്കെയാണ് ഞാൻ പറയുന്നത്. നമ്മൾ പ്രബുദ്ധ ജനതയാണ്, കേരള സമൂഹം ഒരുപാട് പ്രബുദ്ധ ജനതയാണെന്നൊക്കെ പറഞ്ഞിട്ടും ഇതിലൊന്നും ഒരു മാറ്റം ഇപ്പോഴും വരുന്നില്ല എന്നുള്ളത് സത്യം പറഞ്ഞ പരിതാപകരമായ, സങ്കടകരമായ ഒരു കാര്യം. റിനി തന്നെ ഈ ഡ്രസ് ഇട്ടിട്ട് ഒരു വോട്ട് ചോദിക്കാൻ പോയി ആരും തരത്തില്ല, ഇല്ല, തരില്ല. അതായത് കാരണം അവര് വിലയിരുത്തുന്നതായി ഇവളിതാ. ഇതിന്റെ പ്രശ്നം ഇപ്പൊ പുരുഷന്മാരുടെ, പണ്ട് രാഷ്ട്രീയക്കാരായ പുരുഷന്മാർക്കും ഉണ്ട് ഒരു കോഡുണ്ട്, ഡ്രസ് കോഡുണ്ട്, വൈറ്റ് മുണ്ട് ഷർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി തുടങ്ങി. ഇപ്പൊ ന്യൂജൻ രാഷ്ട്രീയക്കാരൊക്കെ ടീഷർട്ടും ജീൻസും ഒക്കെ ഇട്ട് വളരെ ഫാഷനബിൾ ആയിട്ട് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നു. ഈവൻ ഷോർട്സ് ഒക്കെ ധരിച്ചിട്ട് ഫോട്ടോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ നോർമലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. പക്ഷെ ഇപ്പോഴും സ്ത്രീകളുടെ കാര്യത്തിൽ അതൊന്നും നോർമലല്ല. സ്ത്രീകൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കുമ്പോഴേക്കും സ്ത്രീയുടെ ശരീരം എന്ന് പറഞ്ഞാൽ എന്തോ, അത് കാണുന്നതൊക്കെ എന്തോ സെക്സിന് വേണ്ടിയിട്ട് വിളിച്ചു വരുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വസ്ത്രം ധരിക്കുന്നത് എന്ന രീതിയിലേക്ക് പോകുന്നു. എല്ലാവരും ഞാൻ പറയുന്ന ശരീരത്തിന് നമ്മൾ നോർമലായിട്ട് കാണണം. അതിനെ സെക്സ് എന്ന ബേസിൽ മാത്രം കാണുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഇപ്പൊ പുരുഷന്മാർക്ക് ഞാൻ പറഞ്ഞല്ലോ, പുരുഷ രാഷ്ട്രീയക്കാർ കുറച്ചും കൂടി ഫാഷനബിൾ ആയി തുടങ്ങി. പക്ഷെ ഇപ്പോഴും സ്ത്രീകൾക്ക് ആ ഒരു ചാൻസ് പറ്റുന്നില്ല. ഒത്തിരി സന്തോഷം കേട്ടോ, ഈ തുറന്ന സംസാരത്തിലെല്ലാം ഒരു ജെനുവിനിറ്റി ഉണ്ട്. അപ്പോൾ മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു സോ മച്ച്.